ഇന്ന് നമ്മൾ നേന്ത്രപ്പഴവും ബ്രെഡ് ക്രംസും യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളി സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് ഫസ്റ്റ് ആവശ്യമുള്ളത് ബാക്കിയുള്ള ബ്രെഡ് ക്രംസ് ആണ്. പിന്നെ നമുക്ക് പഴം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസ് പഴത്തിൻ്റെ അകത്ത് കോട്ട് ചെയ്യണം. ഇത് കോട്ട് ചെയ്ത് കിട്ടാൻ ചെറിയൊരു പാടാണ്. ഞാനിങ്ങനെയാണ് ചെയ്തത്. പക്ഷേങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. മൈദ മാവ് കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് അതിൻ്റെ അകത്ത് മുക്കിയിട്ട് ഇത് കോട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെയും മതി. ഇങ്ങനെ ബ്രെഡ് ക്രംസ് അധികമൊന്നും പറ്റി കിട്ടൂല. ചെറുതായിട്ട് പൊരിച്ച് എടുത്താൽ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ മൈദമാവ് യൂസ് ചെയ്യാൻ പറയുന്നത്. ഇപ്പം ഞാനിവിടെ ഫുള്ള് എല്ലാ പഴവും ബ്രെഡ് ക്രംസിൻ്റെ അകത്ത് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും മൈദാമാവ് യൂസ് ചെയ്തിട്ട് കോട്ട് ചെയ്യുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. ഇതിപ്പോൾ നിങ്ങൾ കാണാൻ ഫുള്ള് ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാം. നല്ല ചൂട് ഓയിൽ ഇതങ്ങ് ഇട്ടെടുത്താൽ മതി. ഇത് ബ്രെഡ് ക്രംസ് നല്ല രീതിയിൽ കോട്ടായി കിട്ടാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഒരുപാട് ബ്രെഡ് ക്രംസ് പഴത്തിൻ്റെ അകത്തുനിന്ന് ഓയിലിലേക്ക് തന്നെ പോയിട്ടുണ്ട്. പക്ഷേങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് പഴത്തിൻ്റെ അകത്തുണ്ട്. ഇതൊരു അടിപൊളി ടേസ്റ്റാണ്. പഴമൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം അടിപൊളി ടേസ്റ്റാണ്. ഇത് നമ്മൾ നോർമലായിട്ട് പഴം പൊരിച്ചിട്ടെല്ലാം തിന്നൂലേ, പഴം വറുത്തിട്ട് അങ്ങനെയെല്ലാം തിന്നൂലേ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ബ്രെഡ് ക്രംസിൻ്റെ ഈ ഒരു ക്രിസ്പിനെസ്സും ഉള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇത് കിട്ടിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് എല്ലാവരും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. അധികം ഓയിലിൽ ഡീപ് ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒരു പാനിൽ ഇത് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇങ്ങ് കാണാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. എൻ്റെ ബ്രെഡ് ക്രംസ് എല്ലാം കുറേയൊക്കെ താഴെ തന്നെയാണ് ഉള്ളത് ഓയിലിൽ. പക്ഷേങ്കിൽ അതൊന്നും സീനില്ല. ഞാൻ ലാസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞുതരാം. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും മൈദ മാവിൽ പഴം ആക്കിയിട്ട് വേണം ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാൻ. എന്നാലാണ് നല്ല രീതിയിൽ നിൽക്കൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ ഫുള്ള് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകത്ത് കുറച്ച് ബ്രെഡ് ക്രംസ് എല്ലാം ഉണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓയിലിൽ ബാക്കിയുള്ള ബ്രെഡ് ക്രംസ് ഞാനൊരു ടിഷ്യൂ പേപ്പറിൽ ആക്കിയിട്ട് അതിൻ്റെ ഓയിലെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ബാക്കിയുള്ള ബ്രെഡ് ക്രംസ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. രണ്ടിൻ്റെ ടേസ്റ്റും ഒരുമിച്ച് വരുമ്പോൾ. അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസും പഴം കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.